ഈശാന കോണാണെന്നും ഈശ്വരൻ്റെ കോണാണെന്നും പറഞ്ഞ് അവിടാണോ പൂജാമുറി വെക്കുന്നത്? അല്ല. ഒരു വിഭാഗക്കാർ ഇത് പറയും ഈശ്വരൻ്റെ കോണാണ്, അവിടാണ് പൂജാമുറി. ഏതെങ്കിലും ഒരു വീടുകളിൽ പഴയ കാലത്ത് വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഈശാന കോണിലുണ്ടോ? ഇല്ല. ഇങ്ങനെ ഓരോരോ മിഥ്യാധാരണകളൊക്കെ മനുഷ്യനെ പറഞ്ഞ് വിഡ്ഢികളാക്കി അവർ ചിലർ ചൂഷണം ചെയ്യുന്നുണ്ട്, സാമ്പത്തിക ചൂഷണം. അഗ്നികോണിൽ ദേവന് പറഞ്ഞിട്ടേ ഉള്ളൂ. ദേവക്ഷേത്രത്തിന് ഉള്ളിൽ, ആ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലാണ് ഈ പറഞ്ഞത്. നാലമ്പലത്തിന് ചുറ്റിലാണ്, അതിനകത്താണ് ഈ അടുക്കള. അവിടെ മനസ്സിലായോ? അത് അഗ്നികോണില്ല, അത് മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഓരോന്ന്, അത് കാരണം എന്താ, ജലരാശിയിൽ ഈ അടുക്കള വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ദൂഷിച്ച വെള്ളവും അതും ഇതും എല്ലാം കൂടെ ഭൂമിയിലോട്ട് ഒഴിച്ച് അതിൻ്റെ ഊറൽ ഇങ്ങോട്ട് വരും. അപ്പോൾ ശുദ്ധമായ വെള്ളം കിട്ടത്തില്ല. അതിനാണ് ദേവാലയങ്ങളിൽ തെക്ക് കിഴക്കേ മൂലയ്ക്കാക്കുന്നത്. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു വാസ്തുവാചാര്യനാണ് ഇദ്ദേഹം. അതുമാത്രമല്ല, ഒരു വലിയ പെരുന്തച്ഛനും, ഒരു ജ്യോതിഷനും. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നേരെ പോവുക, വീഡിയോ കാണുക. ഈശാന കോണാണെന്നും ഈശ്വരൻ്റെ കോണാണെന്നും പറഞ്ഞ് അവിടാണോ പൂജാമുറി വെക്കുന്നത്? അല്ല. ഒരു വിഭാഗക്കാർ ഇത് പറയും ഈശ്വരൻ്റെ കോണാണ്, അവിടാണ് പൂജാമുറി. ഏതെങ്കിലും ഒരു വീടുകളിൽ പഴയ കാലത്ത് വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഈശാന കോണിലുണ്ടോ? ഇല്ല. ഇങ്ങനെ ഓരോരോ മിഥ്യാധാരണകളൊക്കെ മനുഷ്യനെ പറഞ്ഞ് വിഡ്ഢികളാക്കി അവർ ചിലർ ചൂഷണം ചെയ്യുന്നുണ്ട്, സാമ്പത്തിക ചൂഷണം. അഗ്നികോണിൽ ദേവന് പറഞ്ഞിട്ടേ ഉള്ളൂ. ദേവക്ഷേത്രത്തിന് ഉള്ളിൽ, ആ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലാണ് ഈ പറഞ്ഞത്. നാലമ്പലത്തിന് ചുറ്റിലാണ്, അതിനകത്താണ് ഈ അടുക്കള. അവിടെ മനസ്സിലായോ? അത് അഗ്നികോണില്ല, അത് മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഓരോന്ന്, അത് കാരണം എന്താ, ജലരാശിയിൽ ഈ അടുക്കള വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ദൂഷിച്ച വെള്ളവും അതും ഇതും എല്ലാം കൂടെ ഭൂമിയിലോട്ട് ഒഴിച്ച് അതിൻ്റെ ഊറൽ ഇങ്ങോട്ട് വരും. അപ്പോൾ ശുദ്ധമായ വെള്ളം കിട്ടത്തില്ല. അതിനാണ് ദേവാലയങ്ങളിൽ തെക്ക് കിഴക്കേ മൂലയ്ക്കാക്കുന്നത്. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു വാസ്തുവാചാര്യനാണ് ഇദ്ദേഹം. അതുമാത്രമല്ല, ഒരു വലിയ പെരുന്തച്ഛനും, ഒരു ജ്യോതിഷനും. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നേരെ പോവുക, വീഡിയോ കാണുക.